ആരോഗ്യപരമായും സാമ്പത്തികമായുമുള്ള വെല്ലുവിളികൾ, വൈകാരികമായ വ്യക്തിബന്ധങ്ങളിലുള്ള അസ്ഥിരത, ഇതിനൊക്കെ ആധ്യാത്മികതയിൽ പരിഹാരമുണ്ടോ? സമഗ്രമായതാണ് ആധ്യാത്മികത. എല്ലാ അർത്ഥത്തിലും സമഗ്രത. വ്യക്തിത്വത്തിനെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുന്നതാണ് ആധ്യാത്മികത. ഒരാളുടെ മനസ്സിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ സ്ഥായിയായ ശാന്തിയും സ്ഥായിയായ കരുണയും എത്തുന്നു എങ്കിൽ അയാളുടെ ജീവിതത്തിൽ പൊട്ടിച്ചെറിയാനുള്ള ചങ്ങലകളോ തകർത്തെറിയാനുള്ള തടസ്സങ്ങളോ വേവലാതികളോ ഉണ്ടാവില്ല. പരിതസ്ഥിതികളാണ് എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് സുഖം ലഭിക്കുമെന്ന് നാം കരുതുന്നു. അപ്പോൾ അതിലെ ചില ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തലവേദനയാവുന്നു. ഒരു വ്യക്തി അയാൾ ഇങ്ങനെ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം അത് ഇങ്ങനെ നടക്കണമായിരുന്നു, എങ്കിലേ എനിക്ക് ശാന്തി കിട്ടുമായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെയാവണം, അങ്ങനെ ആയിരിക്കണം തുടങ്ങിയ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ എന്താണ് പറഞ്ഞത്? സർവാരംഭ പരിത്യാഗി സർവസങ്കല്പ വിസർജിത. ഒരു ത്യാഗി എല്ലാ മോഹങ്ങളെയും ആരംഭത്തിൽ തന്നെ ത്യജിക്കുന്നു, എല്ലാ സങ്കല്പങ്ങളെയും പുറംതള്ളുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരാഗ്രഹവും മനസ്സിലില്ല. പിന്നെ എവിടെ എക്സ്പെക്ടേഷൻ, എവിടെ റിജക്ഷൻ? ആശകളില്ല, അതുകൊണ്ട് തന്നെ നിരാശയുമില്ല.